മുൻഗണന നൽകിയത്. അപ്പോൾ ആ നിലയിൽ ഈ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യപത്രങ്ങൾ എന്നുള്ള നിലയ്ക്ക് പൂർത്തീകരിച്ച വിവിധ പരിപാടികളും പ്രവർത്തനത്തിലുള്ള വിവിധ പദ്ധതികളും കേരളത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന പ്രാദേശിക ഭരണസമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാൻ പോകുന്ന നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുന്ന സുപ്രധാന ഘടകമാണ് ഈ മികച്ച വികസന മുന്നേറ്റം. സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ഇത് അലോസരപ്പെടുത്തിയിരിക്കുകയാണ്. കിഫ്ബി പോലെയുള്ള മികവാർന്ന ഒരു വികസന കാഴ്ചപ്പാടിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരവേലകൾ നടത്താൻ C&AG കൂട്ടുപിടിച്ച് കേരളത്തിലെ പ്രതിപക്ഷം പരിശ്രമിച്ച കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതൊരു ഗൂഢാലോചനയാണ്. ജനങ്ങൾക്കെതിരായിട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രവർത്തനം. സംസ്ഥാന താൽപര്യങ്ങൾക്കെതിരാണ് പ്രതിപക്ഷ നിലപാടുകൾ. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തയിൽ ഈ സംസ്ഥാനം ഇരുട്ടിലേക്ക് പോയാലും വിഷമമില്ല എന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെത്. വികസനം വേണ്ട എന്ന സങ്കുചിത രാഷ്ട്രീയം കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ UDF-ഉം BJP-യും ഒരേ നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ നടത്തുന്ന ഈ വികസന വിരുദ്ധ നിലപാടിനെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരായി കേരളത്തിലെ എല്ലാ നല്ല മനുഷ്യരെയും, ഇടതുപക്ഷക്കാർ മാത്രമല്ല, കേരളം മികച്ച രൂപത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വിപുലീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന വികസിതമായ ഒരു കേരളം, മികവാർന്ന ജീവിത സൗകര്യങ്ങളുള്ള ഒരു കേരളം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ നിലപാട് തുറന്നുകാട്ടി വലിയ ബഹുജന സമരങ്ങൾ വരും ദിവസങ്ങളിൽ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനും അസ്ഥിരീകരിക്കാനും അട്ടിമറിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനം. അതിന്റെ സീമകൾ ലംഘിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒക്കെ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ MLA-മാരെ വിലയ്ക്ക് വാങ്ങി അധികാരം പിടിക്കാൻ മികച്ച ആസൂത്രണ വൈഭവമാണ് കേന്ദ്രത്തിലെ BJP പ്രകടിപ്പിച്ചത്.
ബി.ജെ.പിയുടെ ആ പ്രവർത്തനത്തിന്റെ ഇരയാണ് വിവിധ കോൺഗ്രസ് സർക്കാരുകൾ. പക്ഷേ കേരളത്തിൽ ആ നിലയിൽ എം.എൽ.എമാരെ വിലയ്ക്ക് വാങ്ങി ഈ സംസ്ഥാന ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനാവില്ല. അപ്പോ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുക എന്ന നിലപാട് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അധികാര ദുർവിനിയോഗം നടത്താൻ വട്ടമിട്ട് പറക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്ന് വ്യക്തമായ സന്ദർഭമാണിത്. ഇ.ഡി. തലവന് കാലാവധി നീട്ടിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ട വിമർശനങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി കേന്ദ്ര ഏജൻസികളെ ഇ.ഡി., CBI, മറ്റിതര കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ സമൂഹത്തിലെ ധിഷണാശാലികളും പൊതുപ്രവർത്തകരും വലിയ തോതിൽ കള്ളക്കേസിൽ അവരെ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പൊതു സാഹചര്യം നിലനിൽക്കെയാണ് കേരളത്തിൽ ഈ ഏജൻസികളുടെ തെറ്റായ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തന്നെ ഇത് ഇന്നലെ വ്യക്തമാക്കിയതാണ്. നമ്മുടെ കേരള ഗവൺമെന്റിനെതിരെ, ഭരണ നേതൃത്വം നൽകുന്നവർക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ ഈ ഏജൻസികളെല്ലാം കൂട്ടായി പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ ശക്തമായ ബഹുജനാഭിപ്രായം കേരളത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഈ തെറ്റുകൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പ്രതിരോധിച്ച് സംരക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് CPIM-നുള്ളത്. ബഹുജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഇപ്പൊ ഈ നടത്തുന്ന പ്രതിപക്ഷവും കേന്ദ്ര ഗവൺമെന്റും നടത്തുന്ന ഈ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരായി രാഷ്ട്രീയമായി ദുർബലപ്പെട്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസും LJD-യും UDF വിട്ടു. അതിന്റെ നല്ല ക്ഷീണത്തിലാണ് കേരളത്തിലെ UDF എന്ന് എല്ലാവർക്കും അറിയാം. ദുർബലപ്പെടുന്നതിന്റെ നിരാശയിൽ നിന്ന് തെറ്റായ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് UDF നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യം മുസ്ലിം മത മൗലികതാവാദികളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. BJP-യുമായി ഉണ്ടാക്കാൻ പോകുന്ന രഹസ്യബാന്ധവത്തിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവാൻ പോവുകയാണ്. ലീഗിന്റെ 2 MLA-മാർ വ്യത്യസ്ത തരത്തിലുള്ള തെറ്റായ പ്രവർത്തനത്തിന്റെ ഇരകളായി ഇപ്പൊ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മള് രാഷ്ട്രീയ ജീർണതയുടെ UDF എത്തിച്ചേർന്ന
രാഷ്ട്രീയ ജീർണതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ലീഗിന്റെ ഇപ്പോ അറസ്റ്റ് ചെയ്ത മന്ത്രി എത്ര വലിയ അഴിമതിയാണ് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഒരു രാഷ്ട്രീയ ചേരി എന്നുള്ള നിലയിൽ UDF എത്രത്തോളം ജീർണതയ്ക്ക് വിധേയമായി എന്ന് ഈ തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഈ കാഴ്ചകളിൽ വ്യക്തമാവുകയാണ്. സ്വാഭാവികമായും അതിന്റെ നിരാശയാണ് UDF നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് അവര് ഈ അപകടകരമായ രാഷ്ട്രീയ തകരാറുകളിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നത്. മതനിരപേക്ഷതയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. വലിയ വിഭാഗം ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. കേന്ദ്ര BJP ഗവൺമെന്റ് സ്വീകരിച്ച ന്യൂനപക്ഷ വിരുദ്ധമായ എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും എതിരെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധം തീർത്ത സംസ്ഥാനമാണ് കേരളം. ആ നിലയിലാണ് കേരളത്തിന് ഇന്ന് ദേശീയമായ ആകർഷണീയതയുള്ളത്. ആത്മവിശ്വാസത്തിന്റെ കേന്ദ്രമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേരളം മാറി. അത് വ്യത്യസ്തതയുള്ള ഒരു അനുഭവമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും ദിവസങ്ങളിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് ഈ വികസന വിരുദ്ധ നിലപാടിനെതിരായും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന ഭരണത്തിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരായും ഭരണ നേതൃത്വത്തെ ഒറ്റതിരിഞ്ഞ് കേസിൽ കൊടുക്കാൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ നിലപാടുകളെ തുറന്നുകാട്ടിയും ശക്തമായ പ്രചാര വേലകൾ ജനങ്ങൾക്കിടയിൽ നടത്താൻ പോവുകയാണ്. പ്രതിഷേധ സമരങ്ങൾ LDF ആവിഷ്കരിച്ച് വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ജനപിന്തുണയോടുകൂടി പ്രാവർത്തികമാക്കാനും പോവുകയാണ്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുള്ളതാണ്. CPM ആ സംഭാഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അന്വേഷണ ഏജൻസികൾ ഗൂഢാലോചന നടത്തിക്കൊണ്ട് അല്ല, ഇത് ആ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെടുത്തിയ വിധിന്യായത്തിൽ കോടതി തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ. വളരെ തെറ്റായ മാർഗം ഉപയോഗിച്ച് മൊഴികൾ ഉണ്ടാക്കിയെടുക്കാൻ അന്വേഷണ ഏജൻസികൾ പരിശ്രമിക്കുന്നു എന്നാണ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. വിചാരണയുടെ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ഏജൻസികൾ അതിന്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന വസ്തുത. ഭരണ നേതൃത്വത്തിനെതിരെ കള്ളത്തരം ഉണ്ടാക്കുന്ന ഉദ്ദേശിക്കുന്നത് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് വരുന്നുവെന്നാണ്. അത്തരമൊരു അപകടം CPM മുന്നിൽ കണ്ടാണോ ഇപ്പോഴത്തെ ഈ ശക്തമായ പ്രതിരോധം? ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ നേതൃത്വം സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് എന്നത് വ്യക്തമാണ്. ഇതിനകം അന്വേഷണ ഏജൻസികൾ നടത്തിയ
പല അന്വേഷണ രീതികളെയും നോക്കിയാൽ മുഖ്യമന്ത്രിയെ കൊടുക്കാനാകുമോ എന്നുള്ള നിലയിലേക്ക് അത് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ശക്തമായ പ്രതിരോധം ഇടതുപക്ഷം രൂപപ്പെടുത്തുക. ഇതേ അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് മുഖ്യമന്ത്രിക്ക് CPM പറഞ്ഞിരുന്നു അന്വേഷണം ഏത് വഴിക്ക് നടക്കട്ടെ എന്ന് സ്വാഗതം ചെയ്തു. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് ഇത്രയും നിലപാടെടുക്കുന്നത്? ശരിയായ അന്വേഷണം വേണം എന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിച്ചത്. വളഞ്ഞ വഴികൾ സ്വീകരിക്കാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ആ നിലയിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ, ഏത് തരം അന്വേഷണ ഏജൻസി വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചാലും അതിനെ സ്വാഗതം ചെയ്തത്. എന്നാൽ അന്വേഷണ ഏജൻസികൾ സത്യം കണ്ടെത്തുന്നതിന് പകരം രാഷ്ട്രീയ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കേണ്ടി വരിക എന്നത് സ്വാഭാവികമാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതും അവർക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നതും അപ്പോൾ ആ നിലയിലേക്ക് അവർ അന്വേഷണം വ്യാപിപ്പിച്ചെന്നല്ലേ ഉള്ളൂ. അല്ലാതെ അന്ന് പറയുന്ന പോലെ അതിലെന്താണ് രാഷ്ട്രീയം? ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളിൽ നിന്നാണ് ഞാൻ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതല്ല ജനങ്ങളിലേക്ക് ഈ പ്രചരണം എത്തിക്കുക, ഈ അന്വേഷണ ഏജൻസിയുടെ നിലപാടിനെ കുറിച്ച് എത്തിക്കുക എന്നതാണ്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ പ്രചരണമാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത് നടക്കാൻ പോകുന്ന LDF യോഗമാണ് അതിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കുക. എൻഐയെ പോലൊരു ഏജൻസിയെ സ്വാഗതം ചെയ്യുന്നു. അതിനകത്ത് ഒരു തെറ്റായ രീതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ CPM വൈകിപ്പോയി. ഇങ്ങനെ സ്വാഗതം ചെയ്തതിന് CPM ഈ ഘട്ടത്തിൽ തെറ്റുപറ്റി, മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി എന്ന് പാർട്ടി കാണുന്നു. അല്ല, ഒരേ ചോദ്യം തന്നെ നമ്മൾ പല രൂപത്തിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. വളരെ കൃത്യമായിട്ടാണ് അത് സംബന്ധിച്ചുള്ള CPM നിലപാടുകൾ ഈ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനകളിൽ അത് വ്യക്തമാക്കേണ്ടായി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ നിന്നും CPM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരു അവ്യക്തതകളുമില്ലാതെ കൃത്യമായി ഇക്കാര്യം കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുന്നിൽ CPIM രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശം സ്വപ്നയുടേതാണെന്ന് CPM ഉറപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉറപ്പിച്ചെങ്കിൽ അത് നമ്മുടെ ജയിലിന്റെ വിശ്വാസ്യതയെ ചോദിച്ചല്ലേ? ഈ തരത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ? അതൊക്കെ പരിശോധിക്കട്ടെ, പരിശോധിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു അതാണ്. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പോലും ഇത് വരാൻ കാത്തിരുന്ന് പ്രതികരിച്ചു. സാധാരണ വിഷയങ്ങളിലേക്ക് വളരെ വൈകി പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചത് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയാണ് ഈ ശബ്ദരേഖ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അല്ല, നേരത്തെ ഈ പറഞ്ഞ വനിതയുടേതായിട്ട് വന്ന ഒരുപാട് പ്രസ്താവനകളുണ്ട്. നിങ്ങളിൽ പലരും അത് പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രതിപക്ഷം മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഒക്കെ അതിവിടെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ ആധികാരികത തന്നെ. അതിലാർക്കും സംശയം ഉണ്ടായിട്ടില്ല. അപ്പൊ മുല്ലപ്പള്ളിക്കും രമേശ് ചെന്നിത്തലയ്ക്കും അപ്പൊ സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സാധാരണ കണ്ടുവരുന്നതാണ് ഈ സോളാർ കേസ് വീണ്ടും സജീവമായി വരുന്നു. പ്രതിപക്ഷത്തെ MLA-മാരെ ചോദ്യം ചെയ്യുന്നു, അത് വീണ്ടും സജീവമാക്കി എടുക്കാൻ തീരുമാനിക്കുന്നു. തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പല സമയങ്ങളിലും കഴിഞ്ഞ 4 വർഷത്തിനിടെ പല സമയത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത്
സമയത്ത് 2 എംഎൽഎമാരെ അറസ്റ്റ് ചെയ്യുക, സോളാർ കേസ് വീണ്ടും സജീവമാക്കി എടുക്കുക. ഇതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം കൂടി ഇല്ലേ, അല്ലെങ്കിൽ അതിനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി കൂടി ഇല്ലേ? കുറ്റം തെളിയിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് 2 MLA-മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലീഗുകാർ തന്നെ നൽകിയ പരാതിയിലാണ് ലീഗ് MLA അറസ്റ്റ് ചെയ്തത്. പാണക്കാട്ടല്ലേ, പാണക്കാട്ട് നിന്നാണല്ലോ മധ്യസ്ഥന്മാരെ തന്നെ നിയോഗിച്ചത്. പാണക്കാട്ട് നിന്ന് ആളെ നിയോഗിക്കുമ്പോ വ്യക്തമല്ലേ തകരാറുകൾ സംഭവിച്ചു എന്ന്. പിന്നെന്തിനാ ഗവൺമെന്റിനെ കുറ്റം പറയേണ്ടത്? രാഷ്ട്രീയ പ്രതിയോഗികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയമായ കേസ് എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പരാതിക്കാർ ലീഗുകാരാണ്, പണം നഷ്ടപ്പെട്ടവർ ലീഗുകാരാണ്, വിഷയം കൈകാര്യം ചെയ്തത് ലീഗ് നേതൃത്വമാണ്. അനേകം കോടി രൂപയുടെ, നൂറുകണക്കിന് കോടി രൂപയുടെ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പരാതികൾ ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി അന്വേഷണങ്ങൾ നടന്നു, പ്രതിയാക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്തു. അതിലെന്താ രാഷ്ട്രീയം? തകരാറ് കാണിച്ചത് തകരാറ് കൊണ്ട് പിടിക്കപ്പെട്ടു. ആ പരിശോധനകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ UDF-ന് ഏതാനും MLA-മാർ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണെന്നും അന്ന് പ്രസ്താവന നടത്തിയെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് രാഷ്ട്രീയം എന്നവർ പറയുന്നത്. ആരെങ്കിലും ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് നിയമ നടപടി എടുക്കൂല. നിയമ നടപടി എടുക്കുന്നത് ശരിയായ പരിശോധനകളിലൂടെയാണ്, പരിശോധനയിലൂടെ വ്യക്തമാക്കപ്പെട്ട കാര്യത്തിലൂടെയാണ്. ഞാനിങ്ങനെ ഒന്ന് പറയുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പാലാരിവട്ടം പാലം പൊളിഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോ ആ സംഭവങ്ങളൊക്കെ നടന്നത് ഇങ്ങനെ പറയുന്നതിന് വളരെ മാസങ്ങൾക്ക് മുമ്പല്ലേ. കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കമറുദ്ദീന്റെ കാര്യത്തിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ സ്വാഭാവികമായ പരിണാമം എന്നതല്ലേ ഇത്. നമ്മൾ മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് പോണ്ട. ഇങ്ങനെ ശരിയായ പരിശോധനയിലൂടെ കൂടുതൽ UDF-ന്റെ MLA-മാർ ഈ വിജിലൻസിന്റെയും മറ്റന്വേഷണ ഏജൻസിന്റെയും കസ്റ്റഡിയിലാവാൻ സാധ്യതയുണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമം അതിന്റെ വഴിക്കുള്ള നടപടികളിലൂടെ പോകും എന്നുള്ളതാണ് ജനാധിപത്യ സമൂഹത്തിലെ സ്വാഭാവിക നീതി. കണ്ണൂർ സഖാവ്, ഈ കിഫ്ബി പദ്ധതി സംബന്ധിച്ച് മന്ത്രി അവകാശ ലംഘനം, നിയമസഭയുടെ അവകാശ ലംഘനം നടത്തി എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ആരോപണം. എന്താണ് ഇത് സംബന്ധിച്ച് CPM-ന്റെ ഒരു നിലപാട്? കിഫ്ബി സംബന്ധിച്ച് നമ്മള് കാര്യങ്ങൾ ഐസക് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും കിഫ്ബി C&AG കരട് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ അതിന്റെ സാങ്കേതികതകളിൽ ധാരാളമായി ചർച്ചകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അവകാശ ലംഘനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിയമസഭയുമായി ബന്ധപ്പെട്ടതാണ്. അതവർ തീരുമാനിക്കട്ടെ. ഇവിടെ കിഫ്ബി നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വികസന യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും ഗുണപരമായ ഭാഗം. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയിലെയും ഏറ്റവും ഗുണപരമായ ഭാഗം കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപമാണത് എന്നുള്ളതാണ്. വളരെ അത്യപൂർവമായിട്ട് മാത്രമേ ഇത്ര വലിയ തുക ഇത്ര ചെറിയ കാലം കൊണ്ട് സമാഹരിച്ച് ഒരു ദീർഘകാല വികസന കാഴ്ചപ്പാടിൽ നിക്ഷേപിച്ച് വിഭവ സമാഹരണം നടത്തി അത് ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നതും ഭാവിക്ക് അടിസ്ഥാന ശിലയായി രൂപപ്പെടുന്നതും ആ നിലയിലുള്ള അതിൻ്റെ ഗുണപരമായ കാര്യത്തിനാണ്, ആ മികവിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്.
റിപ്പോർട്ട് CAG നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് കിഫ്ബിക്കെതിരായ ഗുരുതരമായ പരാമർശങ്ങളുള്ള റിപ്പോർട്ടിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം CPM-നുണ്ടോ? ആ അഭിപ്രായമല്ലേ, ആ അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ അതിനെ വിമർശിച്ചിരിക്കുന്നത്. കണ്ണൂർ ഉൾപ്പെടെ 16ഓളം സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികൾ ജില്ല തെരഞ്ഞെടുക്കപ്പെട്ടു. അത് അവിടെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ CPM അനുവദിക്കാത്തതുകൊണ്ടാണെന്ന് KPC അധ്യക്ഷൻ പറഞ്ഞത്. അത്തരത്തിൽ സാഹചര്യം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിന് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥ വന്നത്? അല്ല, എല്ലാ പ്രാദേശിക തിരഞ്ഞെടുപ്പ് കാലത്ത് നോമിനേഷൻ കൊടുക്കുമ്പോൾ കുറെ സീറ്റുകളിൽ ഈ പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരില്ലാതെ ജയിക്കാറുണ്ട്. CPIM-ന്റെ ജനപിന്തുണ നല്ല നിലയിൽ ഉള്ള പ്രദേശങ്ങളാണത്. അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. എല്ലാ തവണയും ഇവരിത് ഈ ആക്ഷേപം ഉന്നയിക്കാറുമുണ്ട്. അതിന് വസ്തുതകളുടെ ഒന്നും പിൻബലമില്ല. പശ്ചിമ ബംഗാളില് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 3 സീറ്റുകളിൽ TMC-യുടെ ആൾക്കാർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് CPM അതിശക്തമായ പ്രതിരോധമാണ് അതിനെതിരെ നോമിനേഷൻ കൊടുക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങൾ ശരിയുണ്ട് താൻ. അതേപോലെ തന്നെ കണ്ണൂരിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 4000-ലധികം വോട്ട് ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലത്താണ് ഒരു നോമിനേഷൻ കൊടുക്കാൻ ആൾക്കാരില്ലാത്ത ഒരവസ്ഥ വരികയും ഏകപക്ഷീയമായി CPM-ന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോ അവര് നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഇത്തരം മത്സരമില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനാധിപത്യപരമായി ജനാധിപത്യത്തിന് ഭൂഷണമാണോ? അത്തരം ഒരു ആക്ഷേപം നോമിനേഷൻ കൊടുക്കാൻ പോയ ഒരാളും പറഞ്ഞതായിട്ട് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് പടിവാളത്തിൽ നിൽക്കെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തേക്ക് പോവുക, അത് CPM-ൽ ഒരു അപൂർവ കാഴ്ചയായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാണ് അദ്ദേഹം ആ പദവി ഒഴിയുന്നതെന്ന് വിശദീകരിച്ചു CPM. എങ്കിലും ഇത് ജനങ്ങളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ CPM-ൽ വിപണിയായി മാറണം? നമ്മള് ഇക്കാര്യത്തില് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യ വിഷയങ്ങളിലെ ചില പ്രയാസങ്ങൾ സംബന്ധിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ്. ആ നിലയിൽ ചില ക്രമീകരണങ്ങൾ സ്വാഭാവികമായിട്ടും ചില ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിൽ ആവശ്യമായിട്ട് വരും. അതിന് മറ്റു മാനങ്ങൾ നമ്മൾ നൽകേണ്ടതില്ല. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടും LDF കൺവീനറായിട്ടും ഒരാൾ തുടരുന്ന രീതി CPM-നുണ്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കുണ്ടോ? അതുകൊണ്ട് ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, അതൊക്കെ നമ്മള് ഇതിപ്പോ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി നമുക്കതില് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയല്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് വരില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും. ഈ വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഈ വികസനം എന്ന് പറയുന്നത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ മാത്രം താല്പര്യം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. മുൻകാലങ്ങളിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എക്സ്പ്രസ് ഹൈവേ അടക്കം ഉള്ള ഓരോ കാര്യങ്ങളിലും CPM എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പൊ ഈ KD പൈപ്പ് ലൈനിനെ കുറിച്ച് CPM നേതാക്കൾ പറഞ്ഞിരുന്നത് അത് ഭൂമിക്കടിയിൽ ബോംബാണ് എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചു വരുന്നത്. അപ്പൊ കാലാകാലങ്ങളിൽ നിലപാട് മാറ്റേണ്ട ഒരു വിഷയമാണ് ഈ വികസനം എന്ന് പറയുന്നത്. വികസന കാര്യത്തിൽ എല്ലായ്പ്പോഴും CPIM സുവ്യക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയ ഹൈവേയുമായി ബന്ധപ്പെടുത്തി ഏറ്റവും ശരിയായ നിലപാടാണ് എല്ലാ കാലത്തും CPIM സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും
ഒരേ നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അധികാരത്തിൽ ഇല്ലാത്തപ്പോ നമുക്കതിന്റെ മുൻകൈ എടുത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം അത് ചെയ്യേണ്ടത് അന്നത്തെ ഗവൺമെന്റാണ്. അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് മുൻകൈ എടുത്ത് വളരെ വേഗതയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇതിനെ പ്രാവർത്തികമാക്കാൻ കഴിയും. അത് സ്വാഭാവികമാണ്. ആ പ്രവർത്തനമാണ് വളരെ മികവാർന്ന തരത്തിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കേരളത്തിൽ നടന്നത്. ഇടതുപക്ഷ പ്രധാന പുതിയ കടാക്ഷിയായ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് 2 ലക്ഷം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് ചിഹ്നം അനുവദിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. അതിന് ആ കോടതി വിധിയെ ഇടതുമുന്നണിയാക്കി CPM എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് നിയമപരമായ ഒരു പ്രക്രിയയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെടുത്തി അതിലെ മറുവിഭാഗം കോടതിയെ സമീപിക്കുകയുണ്ടായി. കോടതി അതിന്റെ വിശദാംശങ്ങളാകെ പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന വസ്തുത ചൂണ്ടിക്കാട്ടി തീരുമാനമെടുത്തിരിക്കുന്നു. അത് സ്വാഭാവിക നീതിയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം സംസ്ഥാന വികസനത്തിന് അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിന്റെ റിസൾട്ട് ആകും എന്ന് CPM വിലയിരുത്തുന്നു. സംസ്ഥാന ഭരണത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും ആ തെരഞ്ഞെടുപ്പ് ഫലം. മതിയല്ലോ, അവസാനിപ്പിക്കാലോ.